അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓണ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു ഓണ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താ പറയുക, കൂടുതൽ ശബരിച്ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ചേച്ചിൻ്റെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. അടിപൊളി ഫ്ലാറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കണ്ടാലോ. ബൈ. മേക്കപ്പ് ഒക്കെ തുടങ്ങി, കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലോട്ട് പോകണം. സോ ഞങ്ങൾ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ചെവിയിലും ഇതിലും എല്ലാം സെറ്റ് ചെയ്തു, മേക്കപ്പ് ഒക്കെ തുടങ്ങി, നന്നായി പോണു. ഇനി 1-2 പേരൊക്കെ വരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിച്ചേട്ടൻ വരാനുണ്ട്. പിന്നെ നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് സ്റ്റാർട്ടിൽ നിന്ന് വരുന്നത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, കൃഷ്ണയാണ്. സാരി ഡ്രൈപ്പിംഗ് ബൈ കെ പി എന്താ സാരി ഡ്രൈപ്പിസ്റ്റ് KP, അങ്ങനെയാണ് ഇൻസ്റ്റയിൽ. അപ്പോൾ KPയും ഉണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. കഴിഞ്ഞ ഷൂട്ടിൻ്റെ കാര്യം, ഇനി നടക്കാൻ പോകുന്ന ഷൂട്ടിൻ്റെ കാര്യം, ഇനി ചെയ്യാൻ പോകുന്ന ഷൂട്ടിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പൊളിച്ചിട്ട് വേറെ പണിയാണെങ്കിലും പണിയാം. പൊളിച്ചില്ലേലും അത് നമ്മുടെയാണ് ആ സ്ഥലം. ഇത് കണ്ടായിരുന്നോ? ഇല്ല തമിഴ് കണ്ടില്ല. ഡാൻസ് കൊള്ളാം. ഡാൻസ് ഒക്കെ ഉണ്ടോ? ചേച്ചിൻ്റെ ഡാൻസ് രചനാകുമായിട്ട് ഒരു അനിരുദ്ധ മ്യൂസിക്, ആ ഒരു തമിഴ് ടപ്പാങ്കൂത്ത് പോലത്തെ മാതിരി നല്ല രസമുണ്ട്. ഓഫ് വൈറ്റോ? അതായത് ഓണം സാരിയോ? ഓ, ആദ്യം അതാണോ? പോവാ. ലൂക്ക കിടന്ന് ഉറങ്ങുന്നുണ്ട്, കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. അവനങ്ങനെ അവന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവൻ ഇതിലെല്ലാം നടക്കുന്നുണ്ട്. അവനിങ്ങനെ അല്ല, അതാ ഫോട്ടോയുടെയാ. കാരണം ഷെയ്ക്ക് ആവാത്ത ഒരൊറ്റ ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതങ്ങോട്ട് അയച്ചെന്നേ ഉള്ളൂ. Hi. Luca. Good morning. Good morning. I'm not in the video. Peekaboo. കിട്ടിയോ കനകാമ്പരമൊക്കെ? ഓ മൈ ഗോഡ്. അപ്പൊ നമ്മൾ സാരി അവിടെ പോയി ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഹെയർ ഇവിടെ ചെയ്യാം. ഹെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. ഹെയർ അധികം ലൂസ് ആക്കാണ്ട് അതല്ലെങ്കിൽ ബ്രെയ്ഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രെയ്ഡ് ചെയ്തിട്ട് താഴെ വെച്ചിട്ട് കനകാമ്പരം മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ബ്രെയ്ഡ് ചെയ്യാം. ബ്രെയ്ഡ് ചെയ്യാം. കുറച്ച് ലോങ് ആയിട്ട് ബ്രെയ്ഡ് ചെയ്യാം. സെന്റർ പാർട്ടീഷൻ മതി. എന്നിട്ട് സിന്ദൂരം തുടങ്ങും. सिंदूर है आपके पास? जरूर होगा. मेरे पास भी है. अगर इनके पास नहीं है तो मैं मेरा ले लूं. बड़ा आदमी है. हाँ, बड़ा आदमी. दे इमोशनल. लूका. वाव. इनको पेटी उन्हीं को डालना भयंकर इष्टा. ഞാൻ സിജന് വളരെ അമൂല്യമായിട്ടുള്ള ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യാൻ പോകും. ഇത്രയും നന്നായിട്ട് മേക്കപ്പ് ചെയ്തതിന് സിജന് എന്റെ ഒരു പാരിതോഷികം, ഓണസമ്മാനം ഇതിൽ ഒതുക്കരുത്. എല്ലാ കാലവും സിജനൊരു പല കളറുകളും ഉണ്ട്.
ഇനി എനിക്കിത് വേണ്ട. പ്ലീസ് ഒന്ന് സൈലന്റ് ആവോ പ്ലീസ്, എല്ലാവരും കാര്യം പറയട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ മേയുടെ വീട്ടിൽ നിന്ന് മേക്കപ്പും ഹെയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സ്റ്റുഡിയോയിലേക്ക്. നമ്മൾ ജിബിൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്, പ്ലാൻ ബി ആക്ഷൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ജിബിൻ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് സിജ? പ്ലാൻ ബിനേക്കാൾ മുന്നേ എന്താണ് നമ്മൾ പോകുന്നത്? സ്വാദിഷ്ടമായ ശബരിച്ചേട്ടന്റെ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാൻ പറ്റുന്ന വൃന്ദാവനിലേക്ക് അല്ലേ? അപ്പൊ നമ്മള് വൃന്ദാവനിൽ പോയി ഫുഡ് കഴിച്ച് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. അതാരാണ്? കെപിന്റെ മുടി കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കുക അല്ലേ? എല്ലാം ഒന്നിലൊന്നും വെച്ച എല്ലാം അരപ്പിരി കിർക്കാണ്. അപ്പോ ഇവിടെ കിർക്കൊന്നും ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. അതെ, തീരെ എന്താ പറയുന്നത്? സാരി ഡ്രൈപ്പിംഗ് ഇൻ കേരള, ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും അല്ലേ? അല്ലേ ഏട്ടാ? സുഖിപ്പിച്ച് കേൾപ്പിക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേണോ? അപ്പൊ ഞങ്ങള് ഇനി പ്ലാൻ ബിയിൽ എത്തിയിട്ട് ജിബ്രൂട്ടിനെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, യെസ്. അപ്പൊ താ ഞങ്ങൾ ഫ്ലോറിലെത്തി. അപ്പൊ ഒന്നൊരു ഫൈനൽ ടച്ചപ്പ് ഒക്കെ ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ സാരി എടുത്തിട്ടില്ല. കാരണം ഇവിടെ വന്നിട്ട് ആ സാരി ഒക്കെ എടുക്കണേ. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന് ഷൂട്ടില്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ ഭയങ്കര സ്പെഷ്യലാണ്, ജിബിൻ ചേട്ടനാണ്. ഇപ്പൊ ജിബിൻ ചേട്ടന്റെ ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അടിപൊളി ഫോട്ടോയാണ്. ഈവൻ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോലും ഇല്ല. ആ ഫോട്ടോ അങ്ങനെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത്ര പെർഫെക്റ്റും ലൈറ്റിങ്ങും എല്ലാം ആണ് ജിബിൻ ചേട്ടന്റെ. അപ്പോൾ ഇതാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് 2 കോസ്റ്റ്യൂമാണ് ചെയ്യുന്നത്. ഒന്ന് ഈ സെറ്റ് സാരി, അതുപോലെ തന്നെ സെറ്റ് സാരിയെ കുറിച്ച് പറയാലോ. ഈ സെറ്റ് സാരി വളരെ സ്പെഷ്യൽ സാരിയാണ്. കാഞ്ചീവരം, നമ്മുടെ സ്വന്തം ആരി ചേച്ചിന്റെ ഷോപ്പിൽ നിന്നുള്ള സാരിയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. സെറ്റ് സാരികൾ കുറെ ഈ സീസണിൽ കണ്ടെങ്കിലും ഇത് സംതിങ് ഡിഫറെന്റ് ആണ്. ഒരു ഓറഞ്ച് ചെറിയ എന്താ പറയാ, ചെറിയ ഒരു ഡോട്ട് ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട്, മീ ചേച്ചിന്റെ വീഡിയോ തന്നെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.